Good morning. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ എവിടെ വരെയായിരുന്നു എടുത്തത്? വരെ എടുത്ത മാർക്കറ്റ്, ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് അല്ലേ? ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ്. ഓക്കെ, അപ്പൊ എന്താണ് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ? മാർക്കറ്റുകളെ കുറിച്ച് പഠിക്കാനും അതുപോലെ അട്രാക്ട് സഫീഷ്യന്റ് റിസോഴ്സുകൾ, മതിയായിട്ടുള്ള വിഭവങ്ങൾ അട്രാക്ട് ചെയ്യാനും പിന്നെ ഉചിതമായിട്ടുള്ള സേവനങ്ങൾ വികസിപ്പിക്കാനും അത്തരം സേവനങ്ങൾ വാങ്ങുന്നവരോട് നമുക്ക് അതിന്റെ ലഭ്യത അറിയിക്കാനുമുള്ള ഒരു മാർഗമായി ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ പ്രവർത്തനം ആണ് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ ആ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ കീഴിൽ വരുന്നതാണ് മാർക്കറ്റ് പ്ലാനിങ്ങും വരുന്നുണ്ട്, മാർക്കറ്റ് കമ്മ്യൂണിക്കേഷനും വരുന്നുണ്ട്. മാർക്കറ്റ് പ്ലാനിങ് നമുക്കറിയാം. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു ഇത് ചെയ്യുമ്പോൾ നമ്മളൊരു പ്ലാൻ ചെയ്യും. പ്ലാനിങ് വേണം, ഒരു ആസൂത്രണം വേണം. ഇന്ന ടൈം, ഇത്ര ടൈം കൊണ്ട് നമുക്ക് ആ ഗോള് നേടിയെടുക്കാം അല്ലെ? ആ ഗോള് സെറ്റ് ചെയ്യാനായിട്ട് ഇത്ര ടൈം വേണം എന്നൊക്കെ നമ്മളൊരു പ്ലാനിങ്, എന്ത് ഒരു പ്രവർത്തനം തുടങ്ങിയാലും നമുക്കതൊരു പ്ലാനിങ് വേണം. നമ്മളൊരു നല്ലൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ അത് സക്സസ്ഫുൾ ആവുള്ളൂ അല്ലെ? അപ്പൊ അതിനകത്ത് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ കീഴിൽ വരുന്നതാണ് മാർക്കറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞത്. മാർക്കറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു പ്ലാനിങ് ആണ്. അതാന്ന് വെച്ചാൽ ബിസിനസിന്റെ ഗോൾസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈം സെറ്റ് ചെയ്യുന്നതിനെയാണ് മാർക്കറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. അവിടെ എന്താന്നുള്ളത് പറഞ്ഞിട്ടില്ല കേട്ടോ. മാർക്കറ്റ് പ്ലാനിങ് എന്നുള്ളത് ഒരു സെന്റൻസ് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോട്ടെ നിങ്ങൾ അവിടെ. മാർക്കറ്റ് പ്ലാനിങ്, മാർക്കറ്റ് പ്ലാനിങ് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ കീഴിൽ വരുന്നതാണ് മാർക്കറ്റ് പ്ലാനിങ്. എന്താണ് മാർക്കറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞത്? മാർക്കറ്റ് പ്ലാനിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിഫൈനിങ് defining defining activities that will support business goals, and establishing a timeline for when that work will be completed. ഒന്നുകൂടി പറയാം. മാർക്കറ്റ് പ്ലാനിംഗ് is the process of defining activities that will support business goals and establishing a timeline for when that work will be completed. നമ്മൾ എപ്പോഴും ആ വർക്ക് കംപ്ലീറ്റ് ആകും, അതിന് വേണ്ടിയിട്ട് ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മാർക്കറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ബിസിനസിന്റെ ഗോള് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്യുന്നതിനെയാണ്, ഇതൊരു പ്ലാനിംഗ് ആണ് മാർക്കറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, അതിന്റെ കീഴിൽ വരുന്നത് ഇത് എല്ലാവരും പഠിക്കണം, എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ദ എലിമെന്റ്സ് ഓഫ് മാർക്കറ്റ് പ്ലാൻ. ഏതൊക്കെയാണ് മാർക്കറ്റ് പ്ലാനിന്റെ എലിമെന്റ്സ് എന്നുള്ളത്? ഓക്കെ, elements of market plan. മാർക്കറ്റിംഗ് പ്ലാൻ, അതിന്റെ എലമെന്റ്സ് ഏതൊക്കെയാന്ന് നോക്കാം കേട്ടോ. മാർക്കറ്റ് പ്ലാനിങ്ങിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് നോക്കിയേ, ഒന്നാമത്തെ എന്താണ് എലമെന്റ്? സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾസ്.
സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾസ്. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ 1 നമ്പർ ഇട്ടുക കേട്ടോ. ഇവിടെ നമ്പർ ഒന്നുമില്ല, ജസ്റ്റ് എല്ലാവരും കൂടി കൂട്ടി എഴുതിയേക്കാണ്. ഒന്നാമത്തെ ഇതാണ് സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾസ്. ഓക്കെ, നമ്പർ ഇട്ടു, 1 ഇട്ടു. രണ്ടാമത്തെ ഒരു എലമെന്റ് എന്ന് പറഞ്ഞാൽ കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. അവിടെ 2 നമ്പർ ഇടുക കേട്ടോ, 2 നമ്പർ ഇടുക. കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്, മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യുക. ഫസ്റ്റത്തെ ഏതാ? മാർക്കറ്റിംഗ് ഗോള് സെറ്റ് ചെയ്യുക. ഇനി തേർഡ് വൺ അനാലിസിസ് റിസർച്ച്, റിസർച്ച് അനലൈസ് ചെയ്യുക. അനലൈസ് റിസർച്ച്, റിസർച്ച് അനലൈസ് ചെയ്യുക, വിശകലനം ചെയ്യുക. ഇനി ഫോർത്ത് വൺ ഐഡന്റിഫൈ എ ബഡ്ജറ്റ്. അത്രേ ഉള്ളൂ. ഫോർത്ത് ഫാക്ടർ ആണ്. ഒന്നുകൂടി പറയണോ? ഇതിനകത്ത് ഇലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് പ്ലാൻ എന്നുള്ള അതിന്റെ ഇലമെന്റ്സ് ആണ്, ഘടകങ്ങളാണ്. അത് ഇതിവിടെ എല്ലാവരും കൂടി കൂട്ടിയെ തന്നിരിക്കുന്നത്. ഞാൻ ഓരോന്ന് പറയുമ്പോൾ അതിന് നമ്പർ ഇടുക. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾ. അതാണ് ഒന്നാമത്തെ ഇലമെന്റ്, ഘടകം. സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾ, നമ്പർ 1 ഇടുക അവിടെ. രണ്ടാമത്തെയാണ് കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. അതിന്റെ ഇടയ്ക്ക് ഒരു നമ്പർ ഇട്ട് കൊടുത്താൽ മതി, 2. കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്, മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യുക. മൂന്നാമത്തെയാണ് അനലൈസ് റിസർച്ച്, റിസർച്ചുകൾ വിശകലനം ചെയ്യുക, അനാലിസിസ് ചെയ്യുക. ഫോർത്ത് വൺ ഐഡന്റിഫൈ എ ബഡ്ജറ്റ്. ഇനി ബഡ്ജറ്റ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, നാലാമത്തെ ഘടകം. ഐഡന്റിഫൈ എ ബഡ്ജറ്റ്. ഇനി അഞ്ചാമത് നോക്കിയേ, ഡെവലപ്പ് മാർക്കറ്റ് സ്ട്രാറ്റജീസ്. ഈ മാർക്കറ്റ് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുക, മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഡെവലപ്പ് ചെയ്യുക. അത് 5th പോയിന്റ് ആണ് കേട്ടോ, ഡെവലപ്പ് മാർക്കറ്റ് സ്ട്രാറ്റജീസ്. ഇനി 6th വരുന്നത് ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ. ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ, ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ. ഷെഡ്യൂള് ഇംപ്ലിമെന്റ് ചെയ്യുക, അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഷെഡ്യൂളുകൾ ഇംപ്ലിമെന്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ, 6th പോയിന്റ്. 7th വൺ ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്. 7ാമത്തെ എലമെന്റ് ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്. അപ്പൊ ഇത്രയും ഈ 7 ഫാക്ടേഴ്സും ഇലമെന്റ്സും മാർക്കറ്റിംഗ് പ്ലാനിന്റെ ഇലമെന്റ്സ് ആണ്, മാർക്കറ്റിംഗ് പ്ലാനിന്റെ ഘടകങ്ങളാണ്. ഏതൊക്കെയായിരുന്നു? 7 സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾസ്, രണ്ടാമത്തെ കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്, തേർഡ് വൺ അനലൈസ് റിസർച്ച്, ഫോർത്ത് വൺ ഐഡന്റിഫൈ എ ബഡ്ജറ്റ്, ഡെവലപ്പ് ഐഡന്റിഫൈ എ ബഡ്ജറ്റ്, അത്രേ ഉള്ളൂ ഫോർത്ത്. Then 5th one develop market strategies, 6th one develop and implementation schedule, ഒരു ഷെഡ്യൂൾ ഇംപ്ലിമെന്റ് ചെയ്യുക. 7th one create and evaluation process. ക്ലിയർ ആയോ? ഓക്കെ, അങ്ങനെ ഘടകങ്ങള് ചോദിക്കും. 7 എണ്ണം പഠിച്ചു വെക്കുക ഏതൊക്കെയാന്നുള്ളത് കേട്ടോ. എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് പ്ലാൻ. ഇനി നോക്കിയേ, ഇനി ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. ജസ്റ്റ് ഒന്ന് വായിച്ച് ഒന്ന് പറഞ്ഞു പോകണമെന്നുള്ളൂ കേട്ടോ. ഇതിൽ നിന്നൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാറില്ല. ഇതിന്റെ ഇലമെന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതാ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറ്. എങ്കിലും നമുക്ക് ഒന്ന് വായിച്ചു പോകാം. ഓക്കെ, സെറ്റ് മാർക്കറ്റിംഗ് ഗോൾ. ഫസ്റ്റ് ഇലമെന്റ് ഏതാ? സെറ്റ് മാർക്കറ്റിംഗ് ഗോൾ. മാർക്കറ്റിംഗ് ഗോള് സെറ്റ് ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ ഇലമെന്റ്, മാർക്കറ്റ് പ്ലാനിങ്ങിന്റെ ഫസ്റ്റ് ഇലമെന്റ്. Okay, set marketing goals. Set truthful and measurable aim to achieve over the next 18 to 24 months. അപ്പൊ ഗോള് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഒരു 18-24 മാസങ്ങൾക്കുള്ളില് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ട്രൂത്ത്ഫുൾ, സത്യസന്ധമായതും അളക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു ലക്ഷ്യങ്ങള് സജ്ജമാക്കുക, സെറ്റ് ചെയ്യുക. അതാണ് ഫസ്റ്റ്. ഗോള് സെറ്റ് ചെയ്യുമ്പോൾ കുറെ വർഷം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല. 18 to 12 months എന്ന് പറഞ്ഞാൽ എത്ര? 2 വർഷം മാക്സിമം. ഒരു 2 വർഷം കൊണ്ടൊക്കെ, ഒരു വർഷത്തിൽ 12 മാസമാണല്ലോ, അപ്പൊ 24 months എന്ന് പറഞ്ഞാൽ 2 വർഷം കൊണ്ടൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗോളുകൾ സെറ്റ് ചെയ്യുക. ഓക്കെ, കുറെ വർഷങ്ങൾ നീണ്ടു പോരുത്. ഓക്കെ,
Due to the swift changes happening in the healthcare environment, we do not suggest planning specific activity more than 2 years in advance. അപ്പൊ നമ്മൾ ഹെൽത്ത് കെയർ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന പെട്ടെന്ന് ഉണ്ടാകുന്ന ചേഞ്ച്, മാറ്റം, അതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് ഇപ്പൊ 2 വർഷം 3 വർഷം 2 വർഷം കൊണ്ട് അല്ലെങ്കിൽ 3 വർഷം കൂടുമ്പോൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ മാറ്റങ്ങൾ വരാം. ഹെൽത്ത് കെയർ എൻവയോൺമെന്റിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന മാറ്റം മൂലം നമ്മൾ അതിൽ കൂടുതൽ ടൈം എടുത്തുള്ള കാര്യങ്ങൾ അനോട്ട് ചെയ്യുന്നില്ല എന്നാ പറയുന്നത്. ഓക്കെ, വി ഡു നോട്ട് സജസ്റ്റ്. ഹെൽത്ത് കെയർ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന മാറ്റം, പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു മാറ്റം കാരണം നമ്മൾ 2 വർഷത്തിൽ കൂടുതൽ മുൻകൂറായിട്ട് വേണ്ട 2 വർഷത്തിൽ കൂടുതൽ സമയം എടുത്ത് ചെയ്യേണ്ട ഗോൾസ് ആസൂത്രണം ചെയ്യാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നില്ല എന്ന്. വി ഡു നോട്ട് സജസ്റ്റ്. നമ്മൾ അത് 2 വർഷത്തിൽ കൂടുതൽ നമുക്ക് സമയം വേണം അത് ശരിയാക്കാനെങ്കിൽ അങ്ങനെയുള്ള ഗോൾ സെറ്റ് ചെയ്യാൻ നിർദ്ദേശിക്കുന്നില്ല. എന്തുകൊണ്ട്? ഹെൽത്ത് കെയർ എൻവയോൺമെന്റിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന മാറ്റം കാരണം. അപ്പൊ നമ്മൾ 4 വർഷം കൂടുമ്പോൾ ഒരു ചെയ്യുന്നത് വന്നു കഴിഞ്ഞാൽ നമ്മൾ 2 വർഷം കൂടുമ്പോ അവിടെ ഹെൽത്ത് കെയർ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം അത് നമുക്കപ്പൊ അതിനെ അഫക്റ്റ് ചെയ്യും നമ്മുടെ ആ ഗോള്. അതുകൊണ്ട് 2 വർഷത്തിൽ കൂടുതൽ നമുക്ക് വേണ്ടി വരുന്ന പ്രവർത്തനങ്ങളെ ഒന്നും സജസ്റ്റ് ചെയ്യുന്നില്ല. അവിടെ നമ്മളൊരു മാർക്കറ്റിംഗ് ഗോള് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ 2 വർഷത്തിൽ കൂടുതൽ ടൈം വേണ്ടി വരുന്ന പ്രവർത്തനങ്ങളെ ഒന്നും സജസ്റ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? ഹെൽത്ത് കെയർ എൻവയോൺമെന്റിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന മാറ്റം മൂലം. അവിടെ എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട്, എക്സ്പാൻഡ് ദ നമ്പർ ഓഫ് ന്യൂ പേഷ്യൻസ് സീൻ ഇൻ പ്രാക്ടീസ് ബൈ 5% വിത്തിൻ ദ ഫസ്റ്റ് 6 months and 10% by the end of the first year. നോക്കിയേ, എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഒരു ലാസ്റ്റ് 6 monthsൽ 5% പേഷ്യൻസിന്റെ ന്യൂ പേഷ്യൻസ്. ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിലെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ കൂടുതൽ പേഷ്യൻസിനെ ടാർഗറ്റ് ചെയ്യണം അല്ലെ? കൂടുതൽ പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് വന്നാലല്ലേ ഹോസ്പിറ്റലിന് മെച്ചം ഉണ്ടാവുള്ളൂ. അതാണ് ഹോസ്പിറ്റലിലെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് ലക്ഷ്യം? കൂടുതൽ പേഷ്യൻസ് ഹോസ്പിറ്റലിൽ വരിക, അതാണ്. ഇപ്പൊ നോക്കിയേ, എക്സ്പാൻഡ് ദ നമ്പർ ഓഫ് ന്യൂ പേഷ്യന്റ് ഇൻ സീൻ പ്രാക്ടീസ് ബൈ 5% വിത്തിൻ ദ ഫസ്റ്റ് 6 months. ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ പുതിയ രോഗികളുടെ എണ്ണം 5% ആക്കുക. അത് വർഷാവസാനത്തോടു കൂടി, ആ വർഷം അവസാനിക്കുമ്പോൾ 5 എന്നുള്ളത് എത്ര ശതമാനം ആവണം? 10%. അതിന്റെ ഡബിൾ ആവണം. 6 മാസത്തില് 5% പുതിയ പേഷ്യൻസിന്റെ എണ്ണം വരികയാണെങ്കിൽ അത് ആ വർഷം അവസാനമാകുമ്പോഴത്തേക്കും 12 മാസം ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആ വർഷത്തിന്റെ അവസാനമാകുമ്പോഴേക്കും 5% എന്നുള്ളത് എത്രയാവണം? 10% ആക്കി ഇൻക്രീസ് ചെയ്യണം, വർദ്ധിപ്പിക്കണം. അതുപോലെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞേക്കാണ്, എക്സ്പാൻഡ് യുവർ ഗ്രോസ് റവന്യൂ ബൈ 30% വിത്തിൻ 24 months. 24 മാസത്തിനുള്ളിൽ നിങ്ങളുടെ മൊത്തം വരുമാനം 30% എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക, വർദ്ധിപ്പിക്കുക, എക്സ്പാൻഡ് ചെയ്യുക. യുവർ ഗ്രോസ് റവന്യൂ ബൈ 30% വിത്തിൻ 24 months. 24 മാസം ആകുമ്പോഴത്തേക്കും നമ്മുടെ മൊത്തത്തിൽ ഓവറോൾ റവന്യൂ 30% വർദ്ധിപ്പിക്കുക. ഓക്കെ, ആ രീതിയിലുള്ള കാര്യങ്ങളാണ്, ഗോൾസ് ആണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞാൽ ഓരോ ഇത് കഴിയുന്തോറും, ഓരോ മന്തും കഴിയുന്തോറും ഒക്കെ പേഷ്യൻസിന്റെ എണ്ണം എന്ത് ചെയ്യണം? കൂടണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ റവന്യൂ ഇൻക്രീസ് ചെയ്യുള്ളൂ. അപ്പൊ ലാസ്റ്റ് പറഞ്ഞേക്കുന്നത് എന്താ? 24 മാസത്തിനുള്ളിൽ നിങ്ങളുടെ മൊത്ത വരുമാനം 30% വർദ്ധിപ്പിക്കുക. ഇതാണ് സെറ്റ് മാർക്കറ്റിംഗ് ഗോൾസ് എന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തത് കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യുക. മാർക്കറ്റ് റിസർച്ച് ഈസ് ദ പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക്കലി കളക്ടിങ്, റെക്കോർഡിംഗ് ആൻഡ് എക്സാമിനിങ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. Market research is the process of systematically collecting. റിസർച്ച്, ഗവേഷണം എന്ത് ചെയ്യാണ്? സിസ്റ്റമാറ്റിക്കലി കളക്ട് ചെയ്യാണ്, റെക്കോർഡ് ചെയ്യാണ്. ആൻഡ് എക്സാമിനിങ് ഡേറ്റാസ് ആൻഡ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻസ് ഒക്കെ എക്സാമിൻ ചെയ്യുന്നു, അത് കളക്ട് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു. അതിനെയാണ് മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, മാർക്കറ്റ് റിസർച്ച് ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. About customers, competitors are in the market.
then it can be used to decide which portion of the population will buy a product or services based on variables such as age, gender, location, and income level. നോക്കിയ കസ്റ്റമറിന്റെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ എതിരാളികള്, കസ്റ്റമേഴ്സിന്റെ കോമ്പറ്റീറ്റേഴ്സ് എതിരാളികളെയും വിപണികളെയും കുറിച്ച് ഒരു ഇൻഫർമേഷൻ, നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടാണ് മാർക്കറ്റ് റിസർച്ചിലൂടെ. പിന്നെ അടുത്ത് പറഞ്ഞേക്കുന്ന ഏജ്, ജെൻഡർ, ഏജ് പ്രായത്തിലും ജെൻഡർ, മെയിൽ ഫീമെയിൽ, ജെൻഡർ, ലൊക്കേഷൻ, ഇൻകം ലെവല് എന്നീ വേരിയബിളുകളെ അടിസ്ഥാനമാക്കി ജനസംഖ്യയുടെ ഏത് വിഭാഗമാണ് ഒരു പ്രൊഡക്റ്റോ സർവീസോ വാങ്ങേണ്ടത് എന്ന് തീരുമാനിക്കാൻ വേണ്ടിയും മാർക്കറ്റ് റിസർച്ച് ഉപയോഗിക്കാം. ഏജ്, ജെൻഡർ, ലൊക്കേഷൻ ആൻഡ് ഇൻകം ലെവൽ എന്നീ വേരിയബിളുകളെ ബേസ് ചെയ്തിട്ട് ജനസംഖ്യയുടെ, നമ്മുടെ പോപ്പുലേഷന്റെ ഏത് ശതമാനം, ഏത് ഭാഗമാണ് ഒരു പ്രൊഡക്റ്റോ സർവീസോ വാങ്ങേണ്ടത് എന്ന് തീരുമാനിക്കാനും മാർക്കറ്റ് റിസർച്ച് ഉപയോഗിക്കാം. Then market research is normally primary or secondary ആവാം മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത്. Then primary market research, ഇത് അണ്ടർലൈൻ ചെയ്തിട്ടേ. പ്രൈമറി മാർക്കറ്റ് റിസർച്ച് കൺസിസ്റ്റ് ഓഫ് ഏതൊക്കെയാ വരുന്നത്? പ്രൈമറി മാർക്കറ്റ് റിസർച്ചില് ടെസ്റ്റിംഗ് ലൈക്ക് സർവേസ്, ഫീൽഡ് ടെസ്റ്റ്, ഇന്റർവ്യൂ ഓർ ഒബ്സർവേഷൻ, ഇതെല്ലാം പ്രൈമറി മാർക്കറ്റ് റിസർച്ചില് വരുന്നതാണ്. അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. ഓക്കെ, പ്രൈമറി മാർക്കറ്റ് റിസർച്ച് കൺസിസ്റ്റ് ഓഫ് ഏതൊക്കെയാ വരുന്നത്? ടെസ്റ്റിംഗ് ലൈക്ക് സർവേകള്, ഫീൽഡ് ടെസ്റ്റുകള്, ഇന്റർവ്യൂകള് ഓർ ഒബ്സർവേഷൻ, ഇതെല്ലാം പ്രൈമറി മാർക്കറ്റ് റിസർച്ചിൽ വരുന്നതാണ്. Then secondary marketing consists of test marketing. Secondary marketing ൽ വരുന്ന ഏതാ? ടെസ്റ്റ് മാർക്കറ്റിംഗ്. നമ്മൾ ഇന്നലെ എഴുതിയില്ലേ ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്താന്ന് പറഞ്ഞില്ലേ? നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യണം, സെയില് പ്രോഫിറ്റ് ഒക്കെ പ്രിഡിക്റ്റ് ചെയ്യുക, എത്രത്തോളം ആകും എന്നൊക്കെ പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ടെസ്റ്റ് മാർക്കറ്റിംഗിന്റെ എയിം എന്ന് പറയുന്നത്, അല്ലെ? ടെസ്റ്റ് മാർക്കറ്റിംഗ് ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ സെക്കൻഡറി മാർക്കറ്റിംഗിൽ വരുന്നത് ഏതാ? ടെസ്റ്റ് മാർക്കറ്റിംഗ്. Primary marketing consists of surveys, field test, interview or observation. Then secondary marketing consists of test marketing. അപ്പൊ അതിന് 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അണ്ടർലൈൻ ചെയ്തിടാൻ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക. കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച് എന്നുള്ളത്, മാർക്കറ്റ് റിസർച്ച് എന്നുള്ളത് is the process of systematically collecting, recording, examining data and information. Then primary marketing, secondary marketing, market research വരുന്നതാണ്. പ്രൈമറി മാർക്കറ്റിൽ വരുന്നത് ഏതാണ്? സർവേ, ഫീൽഡ് ടെസ്റ്റ്, ഇന്റർവ്യൂ ഓർ ഒബ്സർവേഷൻ. Then secondary marketing വരുന്നത് ടെസ്റ്റ് മാർക്കറ്റിംഗ്. അണ്ടർലൈൻ ചെയ്തിട്ടില്ലേ ആ 3 ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത്? ഓക്കെ, ഇനി മൂന്നാമത്തെ എലമെന്റ് ആണ് അനലൈസ് ദ റിസർച്ച്. റിസർച്ച് അനലൈസ് ചെയ്യുകയാണ്. അനലൈസ് ദ റിസർച്ച്. Examine the raw data we gathered and brief it into meaningful finding that will be the basis for deciding which marketing strategy make the most sense and will get the best result for your practice. റിസർച്ച് അനലൈസ് ചെയ്യാണ്, അത് വിശകലനം ചെയ്യാണ്. നമ്മൾ ഗ്യാദർ ചെയ്യുന്ന അസംസ്കൃത ഡേറ്റാസ്, റോ ഡേറ്റാസ്, അത് പരിശോധിക്കും. അതിൽ കൂടുതൽ സെൻസ് ആയിട്ടുള്ളത്, മോസ്റ്റ് സെൻസ്, കൂടുതൽ അർത്ഥവത്തായിട്ടുള്ള കണ്ടെത്തലുകളായി ചുരുക്കുകയും ഏതൊക്കെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണ് ഏറ്റവും മോസ്റ്റ് സെൻസ്, ഏറ്റവും ഫലവത്തായത് എന്ന് ഒക്കെ നമ്മുടെ മാർക്കറ്റിങ്ങിന് മികച്ച പ്രകടനങ്ങൾ ലഭിക്കുന്നത് ഏതൊക്കെയാണ് എന്ന് തീരുമാനിക്കുന്നതിനുമുള്ള ഒരു അടിസ്ഥാനമായിരിക്കും മാർക്കറ്റിംഗ് ഇവിടെ അനലൈസ് ദ റിസർച്ച് എന്ന് പറയുന്നത്. നമ്മൾ ഗ്യാദർ ചെയ്യുന്ന റോ ഡേറ്റാസ്, നമ്മൾ ശേഖരിക്കുന്ന ഡേറ്റാസ് നമ്മൾ പരിശോധിച്ചിട്ട് അതിൽ ഏറ്റവും കൂടുതൽ ഏതാണ് അർത്ഥവത്തായത്, ഏറ്റവും പ്രധാനമുള്ളത് ഏതാണെന്ന്, അതൊക്കെ ഏതൊക്കെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണെന്നൊക്കെ കണ്ടെത്തുകയും അത് നമ്മുടെ ഒരു പ്രാക്ടീസിന് മികച്ച ഫലങ്ങള് ഏതൊക്കെയാണ്, ഏതൊക്കെ സ്ട്രാറ്റജിയാണ് മികച്ച റിസൾട്ട് തരുന്നത് എന്നും ഒക്കെ തീരുമാനിക്കുന്നതിനുള്ള ഒരു അടിസ്ഥാനമായിരിക്കും അനലൈസ് ചെയ്യുക എന്നുള്ളത്, റിസർച്ച് അനലൈസ് ചെയ്യുക എന്നുള്ളത്. ഇവിടെ നോക്കിയേ,
The research will identify the requirements and the need of your current and potential patient and will help you explain your target audience. ഈ റിസർച്ച് എന്ന് പറയുന്നത് നമ്മുടെ നിലവിലുള്ള സാധ്യതകൾ, യുവർ കറന്റ് ആൻഡ് പൊട്ടൻഷ്യൽ പേഷ്യൻസ് റിക്വയർമെന്റ്സ്, ഐഡന്റിഫൈ ദ റിക്വയർമെന്റ്സ് ആൻഡ് നീഡ് ഓഫ് യുവർ കറന്റ്, നമ്മുടെ ഇപ്പത്തെ നിലവിലുള്ള സാധ്യതകളുമായിട്ടും ഉള്ള രോഗികളുടെ ആവശ്യകതകൾ എന്തൊക്കെയാണ്, അവർക്കുടെ നീഡ്സ് എന്തൊക്കെയാണ്, റിക്വയർമെന്റ്സ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയും നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ അത് വിശദീകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. Then, this is also the right time to look back the goals you are chosen. പിന്നെ ഒരു കാര്യം, നമ്മൾ തെരഞ്ഞെടുത്ത ഗോളില്ലേ, അത് ആ ലക്ഷ്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഒരു ശരിയായ സമയം കൂടിയാണ് അനലൈസ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ കറക്റ്റ് ആണോ, നമ്മൾ തെരഞ്ഞെടുത്തത് ഓക്കെ ആണോ എന്നുള്ളതൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള ഇതാണ്. ദിസ് ഈസ് ഓൾസോ ദ റൈറ്റ് ടൈം, ശരിയായ സമയമാണ് ടു ലുക്ക് ബാക്ക് അറ്റ് ഗോൾസ് യു ആർ ചൂസൺ. നമ്മൾ ചൂസ് ചെയ്ത ഗോൾസ് അതിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാനുള്ള ഒരു ടൈമും കൂടിയാണ് അനലൈസ് ദ റിസർച്ച് എന്ന് പറയുന്നത്. Then, based on your research finding, you may need to change some of your goals. അപ്പൊ നമ്മൾ എന്താ, നമ്മുടെ ആ റിസർച്ച് ഫൈൻഡിങ്, നമ്മുടെ ആ റിസർച്ചിന്റെ ആ കണ്ടെത്തലുകൾ അതിനെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഗോൾസിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. You may need to change some of your goals. നമ്മളുടെ ഗോൾസ് അതിൽ എന്തെങ്കിലും ഫൈൻഡിങ്സ് ഒക്കെ, അപ്പൊ പേഷ്യൻസിന് കൂടുതൽ ആവശ്യമുള്ളത് എന്തൊക്കെയാണ്, അതൊക്കെ വെച്ചിട്ട് നമ്മുടെ ആ ഗോൾസിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ അതും ചെയ്യാം. അതൊക്കെ റിസർച്ച് അനലൈസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. ഇനി അതിനകത്ത് ലാസ്റ്റ് പറഞ്ഞേക്കുന്ന ഇറ്റ് ഹെൽപ്പ് ടു അനലൈസ് സം കീ ക്വസ്റ്റ്യൻസ്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസിനുള്ള ഒരു ആൻസർ കണ്ടെത്താനും നമ്മൾ സഹായിക്കുന്നു. അനലൈസ് ദ റിസർച്ച്. വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ് ബിറ്റ്വീൻ യുവർ പ്രാക്ടീസ് ആൻഡ് യുവർ കോമ്പറ്റീറ്റേഴ്സ്. നമ്മളും അതുപോലെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ്, നമ്മുടെ എതിരാളികളും തമ്മിലുള്ള സിമിലാരിറ്റീസ് ഡിസിമിലാരിറ്റീസ് എന്തൊക്കെയാണെന്ന് വിലയിരുത്താൻ പറ്റുന്നു. അങ്ങനെയുള്ള ഒരു ഇതില് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യന് ആൻസർ കണ്ടെത്താൻ പറ്റുന്നു. പിന്നെ വാട്ട് മേക്ക് യുവർ പ്രാക്ടീസ് ഫ്രം യുവർ കോമ്പറ്റീറ്റേഴ്സ്. എന്താണ് നമ്മുടെ പരിശീലനത്തെ നമ്മുടെ എതിരാളികളിൽ നിന്നും മാറ്റി നിർത്തുന്നത് എന്താണ്? വാട്ട് മേക്ക് യുവർ പ്രാക്ടീസ് ഫ്രം യുവർ കോമ്പറ്റേറ്റേഴ്സ്. അപ്പൊ നമ്മളും നമ്മുടെ എതിരാളികളിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്നത് എന്താണ്? ഡു യു പ്രോമിസ് എ ബ്രോഡർ സ്കോപ്പ് ഓഫ് സർവീസ് ദാൻ ദ കോമ്പറ്റേറ്റേഴ്സ്. നിങ്ങളുടെ സ്ഥാനം നമ്മുടെ കോമ്പറ്റേറ്റേഴ്സിനേക്കായും ഉയർന്നതാണോ, അതിനേക്കായും കുറച്ചുകൂടി അഭികാമ്യമാണോ? Is there a service you provide that no one else in the community present offers? നമ്മളുടെ ആ സേവനങ്ങളുടെ വ്യാപ്തി, വിശാലമായ വ്യാപ്തി നിങ്ങൾ പ്രോമിസ് ചെയ്യുന്നുണ്ടോ? അതുണ്ട് കേട്ടോ. ഡു യു പ്രോമിസ് എ ബോർഡർ സ്കോപ്പ് ഓഫ് സർവീസ് ദാൻ ദ കോമ്പറ്റീഷൻ. അപ്പൊ നമ്മുടെ സേവനങ്ങളുടെ ഒരു വ്യാപ്തി നമ്മൾ പ്രോമിസ് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആരും ചെയ്യാത്ത കാര്യങ്ങൾ, വാഗ്ദാനം ചെയ്യാത്ത ഒരു സേവനം നമ്മൾ നൽകുന്നുണ്ടോ? ഇത്രയും ക്വസ്റ്റ്യൻസിനൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് ഈ റിസർച്ച് അനാലിസിസ് എന്നുള്ളത് ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്. ഇറ്റ് ഹെൽപ്പ് ടു അനലൈസ് സം കീ ക്വസ്റ്റ്യൻസ്. ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഇത്രയും ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ അനലൈസ് ചെയ്യാനായിട്ട് ഈ റിസർച്ച് അനലൈസ് എന്നുള്ളത് ഹെൽപ്പ് ചെയ്യും. ലാസ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? ഈസ് ദെയർ എ സർവീസ് യു പ്രൊവൈഡ് ദാറ്റ് നോ വൺ else in the community presently offers. കമ്മ്യൂണിറ്റിയിൽ ഇപ്പൊ മറ്റാരും കൊടുക്കാത്ത ഓഫറുകൾ നമ്മൾ നൽകുന്നുണ്ടോ? ഇത്രയും കാര്യങ്ങൾക്കുള്ള ഒരു ആൻസർ നമുക്കത് ഈ റിസർച്ച് അനലൈസിലൂടെ നമുക്ക് അതിന് ഉത്തരം കണ്ടെത്താൻ പറ്റുന്നു. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഐഡന്റിഫൈ ടാർഗറ്റ് ഓഡിയൻസ്. ഇനി അടുത്ത എന്താ, നമ്മൾ ടാർഗറ്റ് ഓഡിയൻസിന് ഐഡന്റിഫൈ ചെയ്യണം. Okay, the target audience might consist of a patient of a certain age, gender, location, payer type, or patient with a certain clinical requirements. Okay, ടാർഗറ്റ് ഓഡിയൻസിന് ഒരു നിശ്ചിത പ്രായത്തിലുള്ള രോഗികള്, അല്ലെങ്കിൽ അതിന് ജെൻഡർ നോക്കാം, സ്ഥാനം, അത് പണമടയ്ക്കുന്ന പേയർ ടൈപ്പ്, ഏത് ടൈപ്പാണ്, പണമടയ്ക്കുന്ന തരം, അല്ലെങ്കിൽ
ചില ക്ലിനിക്കൽ ആവശ്യകതകളുള്ള രോഗികൾ എന്നിവയൊക്കെ ഈ ടാർഗറ്റ് ഓഡിയൻസിൽ ഉൾപ്പെട്ടേക്കാം. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്, ഇഫ് വി വാണ്ട് ടു ട്രീറ്റ് യുവർ യങ് അത്ലറ്റ്സ്, നമ്മൾ യങ് അത്ലറ്റ്സിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ, ഒരു യങ് അത്ലറ്റ്സിനെ നമ്മൾ കൈകാര്യം ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വി മൈറ്റ് കൺസിഡർ ഗിവിംഗ് ടോക്ക് ഓൺ സ്പോർട്സ് സേഫ്റ്റി ആൻഡ് ഫസ്റ്റ് എയ്ഡ് ടിപ്സ് ടു coaches and athletes at the local high school, colleges and YMCAs. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കാം. നമ്മൾ ആ ടാർഗറ്റ് ഓഡിയൻസിനെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാ, ഏജ്, ജെൻഡർ, ലൊക്കേഷൻ, പെയർ ടൈപ്പ്, പണം അടയ്ക്കുന്ന തരം, ഓർ പേഷ്യന്റ് വിത്ത് ക്ലിനിക്കൽ റിക്വയർമെന്റ്സ്, ക്ലിനിക്കൽ ആവശ്യകതകളുള്ള രോഗികൾ എന്നിവയൊക്കെ ടാർഗറ്റ് ഓഡിയൻസിൽ ഉൾപ്പെട്ടേക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു യങ് അത്ലറ്റ്സിനെ നമ്മൾ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഹൈസ്കൂൾ ലെവൽ, ലോക്കൽ ഹൈസ്കൂൾ ലെവലുകളില്, കോളേജ്, YMCA എന്നിവയിലുള്ള പരിശീലകർക്കും അവിടെയുള്ള അത്ലറ്റ്സിനും ഒക്കെ നമ്മൾ സ്പോർട്സ് സേഫ്റ്റിനെ കുറിച്ചും ഫസ്റ്റ് എയ്ഡ് ടിപ്സിനെ കുറിച്ചുമുള്ള ചർച്ചകൾ നൽകുന്നത് പരിഗണിച്ചേക്കാം. അപ്പൊ നമ്മൾ ഇതും കൂടി അതിന് ഉൾപ്പെടുത്തണം. അത് ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയാണ്, സ്പോർട്സ് സേഫ്റ്റി എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി അതിൽ നമ്മൾ ഉൾപ്പെടുത്തണം. അപ്പൊ നമ്മളൊരു യങ് അത്ലറ്റ്സിനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്പോർട്സ് സേഫ്റ്റിനെ കുറിച്ചും ഫസ്റ്റ് എയ്ഡ്സിനെ കുറിച്ചും ഉള്ള കാര്യങ്ങളൊക്കെ കോച്ചസിനും അത്ലറ്റ്സിനും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതായത് നമ്മുടെ ടാർഗറ്റ് ഹോസ്പിറ്റലിൽ നോക്കുമ്പോൾ നമ്മുടെ ടാർഗറ്റ് ആരാ, പേഷ്യന്റ് ആണ് അല്ലെ. ടാർഗറ്റ് ആരാണ്, പേഷ്യന്റ് ആണ്. അപ്പൊ അവരോട് എങ്ങനെയാ, നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ സംസാരിച്ച് അവരോട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഹോസ്പിറ്റലിലെ ബഡ്ജറ്റ് കൂട്ടാൻ പറ്റുള്ളൂ അല്ലെ. എങ്കിൽ മാത്രമല്ല അവർ വീണ്ടും ആ ഹോസ്പിറ്റലിലേക്ക് വരുള്ളൂ. അങ്ങനെയല്ലേ? നമ്മുടെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നോക്കുക, ടാർഗറ്റ് എന്ന് പറഞ്ഞ ആരാണ്, പേഷ്യൻസ് ആണ്. അപ്പൊ ആ പേഷ്യൻസിനോട് നമ്മൾ സോഫ്റ്റ് ആയിട്ട് സംസാരിച്ച് കൂടുതൽ മിങ്കിൾ ചെയ്ത് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ സർവീസ് നല്ലതാണ് എന്നൊക്കെ ഉള്ള ഒരു ഇതിലോടുകൂടി വീണ്ടും ആ പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് വരുള്ളൂ. അങ്ങനെയാണ് നമുക്ക് ആ ഹോസ്പിറ്റലിന്റെ ബഡ്ജറ്റ് കൂട്ടാൻ നമുക്ക് ആ ഒരു രീതിയിൽ നമ്മൾ ടാർഗറ്റ് നമ്മുടെ പേഷ്യൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിലൂടെയൊക്കെ അവരെ നമ്മളോട് സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചും നല്ലൊരു കമ്മ്യൂണിക്കേഷനിലൂടെയൊക്കെ മാത്രമാണ് ഹോസ്പിറ്റലിന്റെ ബഡ്ജറ്റ് കൂട്ടാൻ പറ്റുള്ളൂ അല്ലെ. അങ്ങനെയല്ലേ? നമ്മുടെ ഹോസ്പിറ്റലിലെ പേഷ്യന്റ് എന്ന് പറയാ ടാർഗറ്റ് ആരാണ്, പേഷ്യന്റ്. കൂടുതൽ പേഷ്യൻസ് വരിക അതല്ലേ. പേഷ്യൻസ് വരുന്നതിന്റെ അനുസരിച്ച് ബഡ്ജറ്റും കൂടും. അവിടെ ടാർഗറ്റ് എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. ഇവിടെ ലാസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞേക്കാം, നമ്മളൊരു യങ് അത്ലറ്റ്സിനെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലോക്കൽ സ്കൂൾ ലെവലില്, ഹൈസ്കൂൾ ലെവൽസ്, കോളേജസില്, YMCA എന്നിവിടങ്ങളിലുള്ള പരിശീലകർ, കോച്ചസിനും അത്ലറ്റ്സിനും ഒക്കെ സ്പോർട്സ് സേഫ്റ്റിനെ കുറിച്ചും ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചുമുള്ള ചർച്ചകൾ നൽകുന്നത് നമ്മൾ പരിഗണിച്ചേക്കാം. ഇനി അടുത്തത് ഡിറ്റർമിൻ എ ബഡ്ജറ്റ്. ഇനി ബഡ്ജറ്റ് ഡിറ്റർമിൻ ചെയ്യാണ്. ഡിറ്റർമിൻ എ ബഡ്ജറ്റ്. Examine financial information and come up with a marketing budget. ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ നമ്മൾ നോക്കിയേ, നമ്മൾ സാമ്പത്തിക വിവരങ്ങൾ പരിശോധിച്ചിട്ട് തന്നെ ഒരു മാർക്കറ്റിംഗ് ബഡ്ജറ്റ് കൊണ്ടുവരിക. നമ്മൾ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഫിനാൻഷ്യലി എങ്ങനെയാണെന്നുള്ളത് നോക്കണം. നമ്മുടെ ഇതിനകത്ത് ഒതുങ്ങി നിൽക്കുന്നതാണോ? അപ്പൊ ഒരു മാർക്കറ്റിംഗ് ബഡ്ജറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴെന്താ, നമ്മുടെ ഒരു ഫിനാൻഷ്യൽ കൂടി നമ്മൾ പരിശോധിക്കണം. സാമ്പത്തിക വിവരങ്ങൾ പരിശോധിച്ചിട്ട് വേണം ഒരു മാർക്കറ്റിംഗ് ബഡ്ജറ്റ് കൊണ്ടുവരാനായിട്ട്. മനസ്സിലാവല്ല നിങ്ങൾക്ക്? ഡിറ്റർമിനിങ് എ ബഡ്ജറ്റ് അടുത്തൊരു എലമെന്റ് ആണ്. അതിനകത്ത് എങ്ങനെയാ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് വരുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ സാമ്പത്തിക വിവരങ്ങൾ പരിശോധിച്ചിട്ട് വേണം മാർക്കറ്റിംഗ് ബഡ്ജറ്റ് കൊണ്ടുവരാൻ. Examine financial information and come out with a marketing budget. Marketing budget will be different by the type of market. Underline ചെയ്തിട്ടെ. Marketing budget will be different by the type of market. മാർക്കറ്റുകളെ അനുസരിച്ച് മാർക്കറ്റിംഗ് ബഡ്ജറ്റ് വ്യത്യാസപ്പെടാം.
മാർക്കറ്റുകൾക്ക് അനുസരിച്ച് മാർക്കറ്റിംഗ് ബഡ്ജറ്റ് വ്യത്യാസപ്പെടാം. മാർക്കറ്റിംഗ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റുകൾക്ക് അനുസരിച്ച് വ്യത്യാസപ്പെടാം. മാർക്കറ്റിംഗ് ബഡ്ജറ്റ് വിൽ ബി ഡിഫർ ബൈ ദ ടൈപ്പ് ഓഫ് മാർക്കറ്റ്. ഓക്കെ. A practice is in the age of a practice and if the practice has marked before. പിന്നെ അതിന്റെ നമ്മൾ there are no standards for how much practice should taken. ഇപ്പോൾ നോക്കി ഏജ് നമ്മൾ അതായത് ഒരു പ്രാക്ടീസ് അതിന്റെ പ്രായം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ അത് ചെയ്തിട്ടുള്ള പരിചയം എന്നതിനനുസരിച്ച് എത്രത്തോളം അതിനു വേണ്ടി നമ്മൾ ചെലവഴിക്കണം എന്നതാണ് മാനദണ്ഡം. അതിനൊരു നമ്മളൊരു മാനദണ്ഡം പറയുകയാണെങ്കിൽ എങ്ങനെയാ, ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ അതിന്റെ പ്രായം എത്ര നാളായി നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതിന്റെ പ്രായം, അത് നേരത്തെ നമ്മൾ അത് ചെയ്ത് നമുക്ക് വല്ല ഇതില് പരിചയമുണ്ടോ, മാർക്കറ്റിങ്ങിലൊക്കെ നേരത്തെ പരിചയമുണ്ടോ, അത് നേരത്തെ ചെയ്തിട്ടുള്ള പരിചയം എന്നൊക്കെ അനുസരിച്ച് എത്രത്തോളം അതിനു വേണ്ടി ചെലവഴിക്കണം എന്നതാണ് അതിന്റെ മാനദണ്ഡം. There is no standard for how much a practice should taken. എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അതിന് ഒരു പരിശീലനം എത്രമാത്രം ചെലവഴിക്കണം എന്നതിന് ഒരു മാനദണ്ഡവും ഇല്ല. ഒരു പ്രാക്ടീസ് എത്രത്തോളം ചെയ്യണം എന്നുള്ളതിന് ഒരു മാനദണ്ഡവും ഇല്ല. There is no standard for how much a practice should taken. ഒരു പരിശീലനം എത്രമാത്രം ചെലവഴിക്കണം, ഒരു പരിശീലനത്തിന് വേണ്ടി എത്രമാത്രം ചെലവഴിക്കണം എന്നത് ഒരു മാനദണ്ഡവുമല്ല എന്നാ പറഞ്ഞേക്കുന്നത്. മാർക്കറ്റിംഗ് ബഡ്ജറ്റ് മാർക്കറ്റുകൾക്ക് അനുസരിച്ച് വ്യത്യാസപ്പെടാം. If the practice is new, ഇനി ഒരു പുതിയതാണെങ്കിൽ, നമ്മുടെ പ്രാക്ടീസ് എന്ന് പറയുന്നത് പുതിയതാണെങ്കിൽ we can hope to spend 10% or more or for our annual gross income the first year you carry out the plan. ഇപ്പൊ നമ്മൾ പുതിയതായിട്ട്, നമുക്ക് വേറെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നുമില്ല മാർക്കറ്റിംഗില്, നമ്മൾ പുതിയതായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എന്താണ്, we can hope that, നമ്മൾ ഹോപ്പ് ചെയ്യുന്നത് to spend 10% or more than for our annual gross income. നമ്മൾ മൊത്തം വാർഷിക വരുമാനത്തിന്റെ ഒരു 10% അല്ലെങ്കിൽ 10% കൂടുതലോ അതിനുവേണ്ടി ആ ഒരു മണി അതിനുവേണ്ടി ചെലവഴിക്കണം എന്നാണ് നമ്മൾ ഹോപ്പ് ചെയ്യുന്നത്. Then first year you carry out the plan. നമ്മൾ ആദ്യം നമ്മൾ ആ പ്ലാൻ നടപ്പിലാക്കുന്ന ആദ്യ വർഷം മൊത്തം ആനുവൽ ഗ്രോസ് ഇൻകത്തിന്റെ അതിന്റെ ഒരു 10% അതിനു വേണ്ടി ചെലവഴിക്കണം എന്ന്. നമ്മുടെ പ്രാക്ടീസ് പുതിയതാണെങ്കിൽ, ഓക്കെ, നമ്മുടെ ഒരു പ്രാക്ടീസ് പുതിയതാണെങ്കിൽ ആ പ്ലാൻ നടപ്പിലാക്കുന്ന ആദ്യത്തെ വർഷം തന്നെ, ഫസ്റ്റ് ഇയർ പ്ലാൻ നടപ്പിലാക്കുന്ന ആദ്യത്തെ വർഷം നമ്മുടെ വാർഷിക വരുമാനത്തിന്റെ 10% അല്ലെങ്കിൽ 10% കൂടുതലോ ചെലവാകുമെന്ന് നമ്മൾ ഹോപ്പ് ചെയ്യാം, പ്രതീക്ഷിക്കാം. ഇതാണ് ഡിറ്റർമിൻ എ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, ഈ മാർക്കറ്റുകളെ അനുസരിച്ച് വ്യത്യാസപ്പെടും. മാർക്കറ്റിംഗ് ബഡ്ജറ്റ് വിൽ ബി ഡിഫർ ബൈ ദ ടൈപ്പ് ഓഫ് മാർക്കറ്റ്. മാർക്കറ്റിംഗ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റുകളെ അനുസരിച്ച് വ്യത്യാസപ്പെടും. ഒരു പ്രാക്ടീസ്, അതിന്റെ ഏജ്, അതിന്റെ നേരത്തെ ചെയ്തിട്ടുള്ള പരിചയം, ഇതൊക്കെ അനുസരിച്ച് എത്രത്തോളം അതിനു വേണ്ടി ചെലവഴിക്കണം എന്നതാണ് ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. ആ പരിശീലനം, ആ പ്രാക്ടീസിന് വേണ്ടിയിട്ട് എത്രമാത്രം ചെലവഴിക്കണം എന്നതിന് ഒരു മാനദണ്ഡവും ഇല്ല. There is no standard for how much a practice should be taken. നമ്മൾ എടുക്കുന്ന ഒരു പ്രാക്ടീസ് പുതിയതാണെങ്കിൽ നമ്മൾ ആ വാർഷിക വരുമാനത്തിന്റെ 10% അല്ലെങ്കിൽ 10% കൂടുതൽ ആ ഒരു വർഷം നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു വർഷം ചെലവഴിക്കണം എന്നാണ് പറയുന്നത്. ഇനി നോക്കാം, ഇതും ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് പഠിക്കണം. ഡെവലപ്പ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. സം ഓഫ് ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. എന്തൊക്കെയാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്? മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഇത് പഠിക്കണം കേട്ടോ. Okay, some of the marketing strategies. First നോക്കിയേ, provide patient satisfaction training section to staff. Provide patient satisfaction training section to staff. ജീവനക്കാർക്ക്, സ്റ്റാഫിന് രോഗികളുടെ സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന പരിശീലന സെക്ഷനുകൾ നൽകുന്നു.
അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്, മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ്. ഏതൊക്കെയാണ് നമ്മുടെ ഹോസ്പിറ്റലിലെ നമ്മൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് നോക്കിയേ, പ്രൊവൈഡ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ട്രെയിനിങ് സെക്ഷൻ ടു സ്റ്റാഫ്. സ്റ്റാഫിന് വേണ്ടിയിട്ട് എന്താണ് ആ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ട്രെയിനിങ്ങുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ രീതിയിൽ ചെയ്യണം, പേഷ്യൻസിനോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതൊക്കെ ഒരു ട്രെയിനിങ് സെക്ഷൻ സ്റ്റാഫിന് വേണ്ടി കൊടുക്കാം. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയി നോക്കിയേ. പ്രൊവൈഡ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ട്രെയിനിങ് സെക്ഷൻ ടു സ്റ്റാഫ്. സ്റ്റാഫിന് വേണ്ടിയിട്ട് പേഷ്യന്റിന് സാറ്റിസ്ഫാക്ഷൻ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് സെക്ഷനുകൾ പ്രൊവൈഡ് ചെയ്യാം. ക്ലിയർ ആയോ ഫസ്റ്റ് പോയിന്റ്? ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് ചോദിക്കാറുണ്ട്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ചോദിക്കാറുണ്ട്. രണ്ടാമത് നോക്കിയേ, ഡെവലപ്പ് എ പേഷ്യന്റ് സെൽഫ് ഷെഡ്യൂളിംഗ് സിസ്റ്റം വിത്തിൻ ദ പ്രാക്ടീസ് website to get rid of the need to telephone the office for an appointment. ഒരു അപ്പോയിന്റ്മെന്റ്, നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കണമെങ്കിൽ നമ്മൾ കോൾ ചെയ്യുമ്പോഴോ നമ്മൾ വിളിക്കുമ്പോഴോ ഇപ്പൊ ഫസ്റ്റ് ഇതിനകത്തൊന്നും കിട്ടണമെന്നില്ല അല്ലെ? അതെ, ഇപ്പൊക്കെ നമ്മൾ അപ്പോയിന്റ്മെന്റ് ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്, വെബ്സൈറ്റ് വഴി ചെയ്യുന്നത്. അപ്പൊ ഒരു പ്രശ്നമില്ല. നമ്മൾ നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കണമെങ്കിൽ നമ്മൾ കോള് തന്നെ ചെയ്യണം അല്ലെ? കോളിങ് ചെയ്യണം. ഒരു അപ്പോയിന്റ്മെന്റിനായിട്ട് ഓഫീസിൽ ടെലിഫോൺ ചെയ്യുന്നതിന്റെ ആവശ്യകത അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ്, അത് വെബ്സൈറ്റിൽ ഒരു രോഗിയുടെ സ്വയം ഷെഡ്യൂളിങ്ങിനുള്ള സംവിധാനം നമുക്ക് ഏർപ്പെടുത്താം. അപ്പൊ ഹോസ്പിറ്റലിനെ കുറിച്ച് നല്ലൊരു മതിപ്പാണ്, അതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. അത് നമ്മൾ തന്നെ പറയും, എത്ര പ്രാവശ്യം വിളിച്ചാലാണ് അവിടെ ഒന്ന് കിട്ടുന്നത്, ഒരു അപ്പോയിന്റ്മെന്റിന് വിളിച്ചു കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാൻ പറ്റുകയെന്നൊക്കെ. ഇതിപ്പോ നമ്മളിങ്ങനെ ഒരു സെൽഫ് ഷെഡ്യൂളിംഗ് സംവിധാനം വെബ്സൈറ്റ് വഴി ആ പേഷ്യൻസിന് അവർക്ക് ഇഷ്ടമുള്ള ടൈമൊക്കെ അനുസരിച്ച് സ്വന്തമായിട്ട് ഷെഡ്യൂൾ ചെയ്യാൻ, നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഏത് അപ്പോയിന്റ്മെന്റ് എടുക്കാനും അതുപോലെ നമ്മൾ അങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലെ? നമുക്കൊരു കുറച്ചും കൂടി സംതൃപ്തിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ അതൊരു ഡിഫറൻസ് ഇല്ലേ? അത് നമ്മളിങ്ങനെ കോൾ ചെയ്ത് നമ്മൾ 10 പ്രാവശ്യം കോൾ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒന്നൊരു അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നേരെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡോക്ടറിനെയാണ്, ഏത് ടൈമാണ് നമ്മുടെ ആ ഷെഡ്യൂളിങ് നമുക്ക് തന്നെ ഷെഡ്യൂൾ ചെയ്യാം. അതനുസരിച്ച് നമുക്ക് ജസ്റ്റ് ബുക്ക് ചെയ്തിട്ടാ മതി, ഓൺലൈൻ പോലെ നമുക്ക് ബുക്ക് ചെയ്തിട്ടാ മതി. ഓക്കെ, അത് രണ്ടാമത്തെ പോയിന്റ് അതാ പറഞ്ഞേക്കുന്നത്, ഡെവലപ്പ് എ പേഷ്യന്റ് സെൽഫ് ഷെഡ്യൂളിംഗ് സിസ്റ്റം. ഓക്കെ, ഡെവലപ്പ് എ പേഷ്യന്റ് സെൽഫ് ഷെഡ്യൂളിംഗ് സിസ്റ്റം വിത്തിൻ ദ പ്രാക്ടീസ്. Then make the reception room decor better. പിന്നെ അടുത്ത് നോക്കിയേ, റിസപ്ഷൻ റൂം ഡെക്കറേറ്റ് ചെയ്യുക, നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യുക, അലങ്കരിക്കുക അല്ലെ? നമ്മൾ ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ റിസപ്ഷനിലേക്കാണ്, അവിടെ എല്ലാം നല്ല ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയിലാവുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവായിട്ട് ഒരു ഇത് കിട്ടും അല്ലെ? ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു നല്ലൊരു മതിപ്പ്, നമുക്ക് ഒരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലെ? റിസപ്ഷൻ റൂം തന്നെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയിലൊക്കെ ആക്കുന്നത് നമ്മുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. വീണ്ടും പേഷ്യൻസ് ഒക്കെ ആ ഹോസ്പിറ്റലിലേക്ക് വരാനൊക്കെ ഉള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് അത്. ഓക്കെ, തേർഡ് പോയിന്റ് കിട്ടിയോ? മേക്ക് ദ റിസപ്ഷൻ റൂം ഡെക്കർ ബെറ്റർ. റിസപ്ഷൻ റൂം നന്നായിട്ട് അലങ്കരിക്കുക. നെക്സ്റ്റ് നോക്കിയ ഫോർത്ത് വൺ, പ്രൊവൈഡ് നെയിം ടാഗ് ഫോർ സ്റ്റാഫ്. സ്റ്റാഫിന് നെയിം ടാഗ് കൊടുക്കുക. ഓരോ സ്റ്റാഫുകൾക്കും നെയിം ടാഗ് കൊടുക്കുക. അപ്പൊ നമുക്ക് ജസ്റ്റ് നമുക്ക് നോക്കിയാൽ അറിയാം പേരെന്താണ്, ഏത് സെക്ഷനിൽ വർക്ക് ചെയ്യാണ്. നെയിം ടാഗ് വെച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റാഫുകളെയൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതും ഹോസ്പിറ്റലിന്റെ നല്ലൊരു ഇതിന്റെ ഭാഗമല്ലേ? അപ്പൊ സ്റ്റാഫിന് വേണ്ടിയിട്ടൊക്കെ നെയിം ടാഗ് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് നോക്കിയ, കോൾ ഫോർ സ്റ്റാഫ് ടു ഇൻട്രൊഡ്യൂസ് ദംസെൽസ് ടു ഈച്ച് ന്യൂ പേഷ്യൻസ്. ഓരോ പുതിയ പേഷ്യൻസിനും സ്വയം പരിചയപ്പെടുത്താനായിട്ട് സ്റ്റാഫിനെ, അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാഫിനെ വിളിക്കുക. കോൾ ഫോർ സ്റ്റാഫ് ടു ഇൻട്രൊഡ്യൂസ് ദംസെൽസ് ടു ഈച്ച് ന്യൂ പേഷ്യൻസ്. ഓരോ പേഷ്യൻസിനും സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാഫിനെ വിളിക്കുക. അടുത്ത ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, കണ്ടക്ട് പോസ്റ്റ് എൻകൗണ്ടർ ടെലിഫോൺ ഇന്റർവ്യൂ വിത്ത് ദ ന്യൂ പേഷ്യന്റ് വിത്തിൻ 3 days of their appointments. അപ്പോയിന്റ്മെന്റ് കഴിഞ്ഞിട്ട് നമ്മൾ 3 ദിവസത്തിനുള്ളിൽ ആ പേഷ്യൻസുമായിട്ട് ഒരു ടെലിഫോൺ ഇന്റർവ്യൂ
സംഘടിപ്പിക്കുക. അപ്പോഴും നമുക്ക് ഹോസ്പിറ്റലിനെ അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പൊ നമുക്ക് ഇടയ്ക്ക് അപ്പൊ നമുക്കാണെങ്കിലും തോന്നും ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് നമുക്ക് വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട്, അല്ലെങ്കിൽ അവര് നമ്മളുമായിട്ട് നല്ലൊരു കോണ്ടാക്ട് ഉണ്ട് എന്നുള്ളത്. ടെലിഫോൺ ഇന്റർവ്യൂസ് നടത്തുക. പിന്നെ അതുപോലെ ഡിസ്ചാർജ് കഴിഞ്ഞ് വന്നാലും 1-2 ദിവസമൊക്കെ അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് പേഷ്യൻസിനെ വിളിച്ച് നമ്മൾ എങ്ങനെയുണ്ട്, ബെറ്റർ ആയിട്ടുണ്ടോ, മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒന്ന് അവരുമായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഒരു ടെലിഫോൺ ഇന്റർവ്യൂസ് സംഘടിപ്പിക്കാം. ഇതൊക്കെ എന്താണ് ശരിക്കും പറയുന്നത്? ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ്. ആ ഹോസ്പിറ്റലിന്റെ ഒരു ബഡ്ജറ്റ് നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ചില മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ് വരുന്നത്. എന്താ പറഞ്ഞേക്കുന്നത് ലാസ്റ്റ് പോയിന്റില്? കണ്ടക്ട് പോസ്റ്റ് എൻകൗണ്ടർ ടെലിഫോൺ ഇന്റർവ്യൂ വിത്ത് ന്യൂ പേഷ്യൻസ് വിത്തിൻ 3 days of their appointment. അപ്പോയിന്റ്മെന്റ് കഴിഞ്ഞിട്ട് 3 ദിവസത്തിനുള്ളിൽ ആ ന്യൂ പേഷ്യൻസ്, പുതിയ രോഗിയുമായിട്ട് ഒരു ടെലിഫോൺ ഇന്റർവ്യൂ നടത്തുക. ഇത്രയും കാര്യങ്ങളാണ്. എത്ര പോയിന്റ് ഉണ്ട്? 6 പോയിന്റ് ഉണ്ട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. എല്ലാവരും ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. അതിൽ ഏതെങ്കിലും പോയിന്റ് കിട്ടാത്തുണ്ടോ നോക്കിയേ. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാറുണ്ട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഏതൊക്കെയാന്നുള്ളത് കേട്ടോ. ഏതെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടോ, ഡൗട്ട് ഉണ്ടോ എന്ന് വേഗം നോക്കി. സെക്കൻഡ് പോയിന്റ് അതെന്ന് വെച്ചാൽ സെക്കൻഡ് പോയിന്റിൽ എന്താ പറയുക, ഒരു പേഷ്യൻസിന് സെൽഫ് ഷെഡ്യൂളിംഗ് സിസ്റ്റം സമ്പ്രദായം ഡെവലപ്പ് ചെയ്യുക. അതായത് നമ്മൾ ഈ വെബ്സൈറ്റ്, അപ്പൊ ഓഫീസിന്റെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റ് കയറിയിട്ട് അവർക്ക് തന്നെ അപ്പോയിന്റ്മെന്റ് എടുക്കാനുള്ള ഒരു സംവിധാനം കൊണ്ടുവരികയാണ്. അപ്പൊ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം. ഈ ഡോക്ടർ ഏതൊക്കെ അതിനകത്ത് ഉണ്ടാവും, ഈ ഡോക്ടർ ഇന്ന ടൈമിലൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഏതാണ് ഓപ്ഷൻസ് ഉണ്ടാവും, നമുക്ക് അപ്പോയിന്റ്മെന്റിന് വേണ്ടി ഏത് ടൈമാണ് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള അതനുസരിച്ച് ആ പേഷ്യന്റിന് തന്നെ സ്വയം ഷെഡ്യൂൾ ചെയ്ത് അവർക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാനുള്ള ഒരു വെബ്സൈറ്റ്, അത് അങ്ങനെയുള്ള ഒരു സംവിധാനം നടപ്പിലാക്കാം. നമ്മൾ ഏതിനു പകരം നമ്മൾ ടെലിഫോൺ ഇതിനകത്ത് വഴി നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിന് പകരം നമുക്ക് അങ്ങനെ ഒരു വെബ്സൈറ്റ് വഴി സെൽഫ് ഷെഡ്യൂളിംഗ് സിസ്റ്റം കൊണ്ടുവരാമെന്ന്. Develop a patient self-scheduling system within the practice website to get rid of the need to telephone office for an appointment. Appointment in a telephone use ചെയ്യുന്നതിന് പകരമായിട്ട് വെബ്സൈറ്റ് വഴി പേഷ്യൻസിന് സെൽഫ് ഷെഡ്യൂളിംഗ് സിസ്റ്റം കൊണ്ടുവരാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താ? Provide patient satisfaction training session to staff. ആ സ്റ്റാഫിന് വേണ്ടിയിട്ട്, സ്റ്റാഫിന് നമുക്ക് ആ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പരിശീലനം, ട്രെയിനിങ്ങുകൾ, അതിന് വേണ്ടിയിട്ട് ഒരു സെക്ഷൻ കൊടുക്കാന്ന്. അപ്പൊ ഏതൊക്കെ രീതിയിൽ നമ്മൾ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യണം, അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ള ഒരു ട്രെയിനിങ് സെക്ഷൻ നമുക്ക് സ്റ്റാഫിന് കൊടുക്കാം. അപ്പൊ നമ്മൾ പറയുന്നത് സ്റ്റാഫൊക്കെ നല്ല പക്കയായിരിക്കും, അവര് നമ്മളോടുള്ള പെരുമാറ്റവും കാര്യങ്ങളും ഒക്കെ ഇന്ന രീതിയിൽ ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പൊ ഈ ഇതുപോലെ റിസപ്ഷനിൽ ഇരിക്കുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ രീതിക്ക് സംസാരിക്കാനൊന്നും പാടില്ല. അവരൊക്കെ പറയുന്ന ഒരു സ്ലാങ് ഇല്ലേ, നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിലേക്കൊക്കെ ആണെങ്കിലും നമ്മൾ എന്തെങ്കിലും വിളിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും അവര് സംസാരിക്കുന്ന ഒരു സ്റ്റൈലുണ്ട്. നമ്മളെ കോളിങ്ങിലൊക്കെ നമ്മളോട് പെരുമാറുന്നത്. അപ്പൊ സ്റ്റാഫുകൾക്ക് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് സെക്ഷനുകൾ പ്രൊവൈഡ് ചെയ്യാമെന്ന്. അതായത് സ്റ്റാഫിനേക്ക് ഒന്ന് ട്രെയിനിങ് കൊടുക്കാനുള്ള സെക്ഷൻ കൊടുക്കാമെന്ന് അവർക്ക്. അപ്പൊ നമുക്ക് അങ്ങനെ നമ്മൾ സ്റ്റാഫുകൾ എല്ലാവരും നല്ല ഇതായിട്ട് നമ്മളോട് പെരുമാറുമ്പോൾ നമുക്ക് ആ ഹോസ്പിറ്റലിനെ കുറിച്ച് നല്ലൊരു ഇത് കിട്ടും. നമ്മുടെ എന്താ പറയാ, അപ്പൊ ബഡ്ജറ്റ് കൂടും, ഹോസ്പിറ്റലിന്റെ മാർക്കറ്റിംഗ് അത് കൂടും, പേഷ്യൻസിന് കൂടുതൽ. നമ്മളും അങ്ങനെയല്ലേ, നമ്മളോട് നല്ല രീതിയിലൊക്കെ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നിടത്തല്ലേ നമുക്ക് നമ്മൾ വീണ്ടും ചെല്ലുള്ളൂ. നമ്മൾ ഫസ്റ്റ് ചെന്നു, അവിടെ നമ്മളോട് ഒരു ഇതില്ല, നമുക്കൊരു ഇതും തരുന്നില്ല
ഇമ്പോർട്ടൻസ് തരുന്നില്ല, നമ്മളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെയാണ് വീണ്ടും നമ്മൾ അവിടേക്ക് ചെല്ലാൻ താല്പര്യപ്പെടില്ല. നമ്മൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് പിന്നെ പോകുള്ളൂ. നമ്മൾ ചില ഹോസ്പിറ്റലൊക്കെ നമ്മൾ പറയില്ലേ ചെല്ലുമ്പോ നല്ല ഇത് കെയറിങ് തരുന്നുണ്ട്, നമ്മൾ ചെല്ലുമ്പോ തന്നെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നമുക്ക് ബില്ല് കാര്യങ്ങൾ വേഗം ശരിയാക്കി തരുന്നുണ്ട്, അല്ലെങ്കിൽ മെഡിസിൻസ് വേഗം അവൈലബിൾ ആണ്, ഒരുപാട് നേരം ഒന്നും നിൽക്കണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ, അതായത് പേഷ്യന്റിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ സ്റ്റാഫിന് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് സെക്ഷൻ കൊടുക്കാം. അതാ പറഞ്ഞേക്കുന്നത് കേട്ടോ ഫസ്റ്റ് പോയിന്റിൽ. ഓക്കെ, അതിനകത്ത് ഏതൊക്കെയാണ് 6 പോയിന്റ്സുകളും ഒന്ന് നോക്കി വെക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത് തന്നേക്കുന്നത് ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ. ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ. ഓക്കെ, an implementation schedule is a timeline that shows which marketing action will be done when, they, by whom. An implementation schedule എന്ന് പറഞ്ഞ ഒരു ടൈം ലൈൻ ആണ്. ഇത്ര സമയത്തിലുള്ള ഏത് മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങൾ എപ്പോഴ് ആരിലൂടെ ചെയ്യണമെന്ന് കാണിക്കുന്ന ഒരു സമയരേഖയാണ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ ഈസ് എ ടൈം ലൈൻ, ഒരു ടൈം ലൈൻ ആണ്. ദാറ്റ് ഷോസ് which marketing action will be done when and by whom. ഏത് മാർക്കറ്റിംഗ് പ്രവർത്തനം എപ്പോൾ ആരിലൂടെ ചെയ്യണമെന്നൊക്കെ കാണിക്കുന്ന ഒരു ടൈം ലൈൻ ആണ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. When creating the schedule, carefully take into consideration how the activities will influence the current practice operation and whether there are enough resources such as staff, time and money to fulfill the necessary task. നമ്മളൊരു ഷെഡ്യൂൾ ചെയ്യാന്ന് പറഞ്ഞൊരു വലിയൊരു കാര്യമാണ് അല്ലെ. എന്തൊരു പ്രവർത്തനത്തിലാണെങ്കിലും ഒരു ഷെഡ്യൂള്, ടൈം ഷെഡ്യൂൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയാ, നമ്മൾ ഇത്തിരി ചിന്തിച്ചൊക്കെ ചെയ്യേണ്ട തന്നെ ഒരു കാര്യമാണ്. നമ്മളിപ്പോഴാണെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ ഈ ടൈം ടേബിൾ തന്നെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, അപ്പൊ ഇപ്പൊ ഈ ടൈമിൽ എനിക്ക് വേറെ ബാച്ചുകളിലേക്ക് ക്ലാസ് ഇടാൻ പറ്റില്ല. ഓൾറെഡി ഞാൻ HA5 ഈ നമുക്ക് 11:30 to 12:30 ഞാൻ ഇവിടെ ഓൾറെഡി ഇതാണ്. എനിക്ക് ആ ടൈം തന്നെ വേറെ ഇതിലേക്ക് ഇടാൻ പറ്റുമോ? വേറെ ബാച്ചിലേക്ക് ഇടാൻ പറ്റില്ല. അപ്പൊ എന്താ പറയാ, അതുപോലെ നമ്മൾ എന്തും ഒരു ഈ ഷെഡ്യൂൾ ചെയ്യുക എന്ന് പറഞ്ഞത് ഒരു എന്താ പറയാ, ഒരു റിസ്കി കാര്യം തന്നെയാണ് നമുക്ക് ഏതിലാത്തിലും. ഇപ്പൊ നോക്കിയേ, വെൻ ക്രിയേറ്റിംഗ് ദ ഷെഡ്യൂൾ, നമ്മൾ ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കെയർഫുള്ളി ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ, വളരെ ശ്രദ്ധിച്ച് ഈ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യണം. എന്തൊക്കെയാ നോക്കിയേ, okay, how the activities will influence the correct practice operation. ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെ ഇത് എങ്ങനെ ബാധിക്കും? ഇപ്പൊ ഓൾറെഡി നമ്മൾ റണ്ണിങ് ആണ്. അപ്പൊ അതില് നമ്മളിപ്പോ ഒരു ഇത് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ അതിപ്പോ കറന്റ് പ്രാക്ടീസ് ഓപ്പറേഷൻസ്, ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെ അതെങ്ങനെ സ്വാധീനിക്കും? ആൻഡ് വെദർ ആർ ഇനഫ് റിസോഴ്സസ്, അതിനാവശ്യമായിട്ടുള്ള റിസോഴ്സ് ഉണ്ടോ എന്ന് നോക്കണം അല്ലെ. സ്റ്റാഫുകൾ ഉണ്ടോ, അതിന് വേണ്ട ടൈം ഉണ്ടോ, അല്ലെങ്കിൽ അതിന് വേണ്ട മണി, അത് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മണി ഉണ്ടോ, ഇതൊക്കെ നോക്കണം. ടു ഫുൾഫിൽ ദ നെസസറി ടാസ്ക്. അപ്പൊ ആ ടാസ്ക് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ആവശ്യമായിട്ടുള്ള സ്റ്റാഫ് ഉണ്ടോ. ഇപ്പൊ ഇപ്പൊ കുറെ ബാച്ചുകൾ തുടങ്ങിയാൽ പോരാ, അതിനുള്ള സ്റ്റാഫുകൾ അവൈലബിൾ ആവണം അല്ലെ. ഫസ്റ്റ് നിങ്ങൾക്ക് അത് സ്റ്റാർട്ട് ചെയ്തപ്പോ ഒരാഴ്ചത്തേക്കൊക്കെ നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു. അതെല്ലാം ഇതൊക്കെ കറക്റ്റ് ചെയ്ത് എല്ലാ ക്ലാസ്സിലും ഓർഡർ ആയി. ഇപ്പൊ എല്ലാം ഓർഡർ ആയില്ലേ? ഓൾറെഡി എല്ലാ കാര്യങ്ങളും ഓർഡർ ആയില്ലേ നമുക്ക്? എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ റിസ്കി കാര്യമാണ്. നമുക്കത് ഫുൾഫില്ല് ചെയ്യാനായിട്ട് അപ്പൊ ആവശ്യത്തിനുള്ള സ്റ്റാഫുകൾ വേണം. ഇപ്പൊ എല്ലാ ബാച്ചുകളും, ഇപ്പൊ 10 ബാച്ചുകൾ നമ്മൾ വരുന്നുണ്ട്. അപ്പൊ 10 ബാച്ചുകളിലും എല്ലാ ടീച്ചേഴ്സും ഓരോ ടൈമിൽ അവൈലബിൾ ആയിരിക്കണം. അതിന് വേണ്ട ടൈം ഷെഡ്യൂൾ നോക്കണം. നിങ്ങൾക്ക് ഇത് 12:30 കഴിഞ്ഞ് 1 മിനിറ്റ് പോലും ആരും ഇരിക്കൂല. നമുക്ക് ആ ടൈം 10:30 to 11:30, അതാണ് നിങ്ങൾക്ക് ഫസ്റ്റ് അവർ. then 11:30 to 12:30, അത് കഴിഞ്ഞ ഒരു 5 മിനിറ്റ് കൂടി ഇരിക്കാൻ പറഞ്ഞ എല്ലാവരും ലീവായി പോകും. അപ്പൊ ടൈം എന്ന് പറഞ്ഞത് വളരെ കാര്യം. ആ ടൈമിനുള്ളിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മണി വേണം, ഇതെല്ലാം അവൈലബിൾ ആവാനുള്ള മണി വേണം നമുക്ക് ആ ഒരു ടാസ്ക് ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഇതാണ് നമ്മളൊരു ഷെഡ്യൂൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴുള്ള കാര്യം. എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം? നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് പ്രാക്ടീസ് ഓപ്പറേഷൻ അത് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അതിനാവശ്യത്തിനുള്ള റിസോഴ്സുകൾ ഉണ്ടോ എന്നുള്ളതൊക്കെ കൺസിഡർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്. ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്. ഈ ഒരു ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും ഇങ്ങനെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുത്താൽ മതി കേട്ടോ. ഇനി കുറച്ചും കൂടെ ഉള്ളൂ, നമുക്ക് അടുത്തൊരു ക്ലാസ്സോടുകൂടി ചാപ്റ്റർ തീരെ കുറച്ചുള്ളൂ. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൽ എഴുതി പോകാം. ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്. നോക്കിയേ, evaluate plan frequently by comparing your progress within the implementation schedule. നമ്മൾ ഇവാലുവേഷൻ പ്രോസസ് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ് എങ്ങനെയാണ് നമ്മൾ അത് ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂളുമായിട്ട് നമ്മുടെ പ്രോഗ്രസിനെ നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ട്, താരതമ്യം ചെയ്തുകൊണ്ട് പ്ലാൻ ഇടയ്ക്കിടയ്ക്ക് ഇവാലുവേറ്റ് ചെയ്യുക. നമ്മുടെ പ്ലാൻ കറക്റ്റ് ആണോ അല്ലെങ്കിൽ ഓക്കെ ആണോ എന്നുള്ളത് ഇടയ്ക്ക് എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ ഇവാലുവേറ്റ് പ്ലാനുകൾ ഇവാലുവേറ്റ് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് വിലയിരുത്തണം. ബൈ കമ്പയറിംഗ് യുവർ പ്രോഗ്രസ് വിത്ത് ദ ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ. അപ്പൊ പുതിയ ഇത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യൂലേ, അപ്പൊ അതിന്റെ പ്രോഗ്രസ് എത്രത്തോളം പ്രോഗ്രസ് ഉണ്ട്, നമ്മൾ പുതിയ ഷെഡ്യൂൾ ഇംപ്ലിമെന്റ് ചെയ്തതിൽ നമ്മൾ പ്രോഗ്രസ് ഉണ്ടോ, എത്ര പെർസെന്റേജ് പ്രോഗ്രസ് വരുന്നുണ്ട് എന്നതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? ആ പ്ലാനുകൾ ഇവാലുവേറ്റ് ചെയ്യുക. ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂളുമായിട്ട് നമ്മുടെ പ്രോഗ്രസിനെ താരതമ്യം ചെയ്തുകൊണ്ട് തന്നെ പ്ലാനുകൾ ഇടയ്ക്കിടയ്ക്ക് ഇവാലുവേറ്റ് ചെയ്യുക. Then there are several ways to you can judge the result of your progress. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടെ. There are several ways. പല മാർഗങ്ങളുണ്ട്. You can judge the result of your progress. നമ്മുടെ ആ പ്രോഗ്രസ് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പല മാർഗങ്ങളുണ്ട്. നമ്മുടെ പ്രോഗ്രസ് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പല മാർഗങ്ങളുണ്ട്. ഇതിലൂടെയൊക്കെ പേഷ്യന്റ് സർവേ സ്കോർ, നമുക്ക് സർവേ കൊടുക്കാം അല്ലെ? പേഷ്യന്റ് സർവേ സ്കോർ സർവേ ചെയ്യുമ്പോൾ ആ സർവേയില് നമുക്ക് അവർക്കിടെ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ എത്രത്തോളം പ്രോഗ്രസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? നമ്മുടെ പ്രോഗ്രസ് നമ്മൾ വിലയിരുത്താൻ വേണ്ടി പല മാർഗങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് പേഷ്യന്റ് സർവേ സ്കോർ, റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന സോഴ്സുകൾ, ഇൻക്രീസ്ഡ് ഇൻകം, ഇൻക്രീസ്ഡ് ന്യൂ പേഷ്യന്റ്, പുതിയ പേഷ്യൻസ് കൂടുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പുതിയതായിട്ട് വരുന്ന പേഷ്യൻസിന്റെ എണ്ണം കൂടുക, അപ്പൊ നമുക്കറിയാം പ്രോഗ്രസ് ആണ് അല്ലെ? നമ്മുടെ പ്ലാൻ സക്സസ്ഫുൾ ആണ്, നമ്മുടെ സ്ട്രാറ്റജീസ് നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള സ്ട്രാറ്റജീസ് വർക്ക്ഔട്ട് ആയി. അപ്പൊ അതിനനുസരിച്ച് പേഷ്യൻസിന്റെ എണ്ണം കൂടുകയാണെങ്കിൽ പിന്നെ ആൻഡ് ഡിക്രീസ്ഡ് കംപ്ലൈന്റ് കുറയണം അല്ലെ? കംപ്ലൈന്റ്സ് കുറയുക. ഇതെല്ലാം നമുക്ക് നമ്മുടെ പ്രോഗ്രസ് ജഡ്ജ് ചെയ്യാനുള്ള പല മാർഗങ്ങളാണ്. ഇത് ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വേ ടു ജഡ്ജ് the result of your progress. ഏതൊക്കെയാ നോക്കിയേ, ഏതൊക്കെ മാർഗങ്ങളാ പറഞ്ഞേക്കുന്നേ? പേഷ്യന്റ് സർവേ സ്കോർസ്, റെഫറൻസ് സോഴ്സസ്, increased income, increased new patients and decreased complaints. Just ആ പോയിന്റുകൾ മാത്രം ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയും ഇതാണ് ആ ഒരു സെക്ഷനിൽ വരുന്നത്. ഇതൊക്കെ എന്തായിരുന്നു? മാർക്കറ്റ് പ്ലാനിങ്ങിന്റെ എലമെന്റ്സ് ആണ്. എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് പ്ലാൻ. മാർക്കറ്റ് പ്ലാനിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്ന എല്ലാ പോയിന്റ്സും. 7 പോയിന്റ് ആണ് പറഞ്ഞത്. നമ്മൾ ഇത്രയും ഇന്ന് നോക്കിയിട്ടുള്ളൂ. ഓക്കെ, മാർക്കറ്റ് പ്ലാനിങ് എന്താന്ന് പറഞ്ഞു, അതിലുള്ള എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് പ്ലാൻ, അതിന്റെ എലമെന്റ്സ് നോക്കണം. 7 എണ്ണം പഠിക്കണം.
ഫസ്റ്റ് സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾസ്. മാർക്കറ്റിംഗ് ഗോൾസ് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യുക. അനലൈസ് റിസർച്ച് അനലൈസ് ചെയ്യുക. ഐഡന്റിഫൈ ബഡ്ജറ്റ് ഐഡന്റിഫൈ ചെയ്യുക. ഡെവലപ്പ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് വികസിപ്പിക്കുക. മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ വികസിപ്പിക്കുക. ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ ഡെവലപ്പ് ചെയ്യുക. ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ് ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. നിങ്ങൾ ഇന്ന് തന്നെ ഒന്ന് വായിച്ചു നോക്കുക. ഓരോന്നിന്റെ കീഴിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഇതും നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു നോട്ട് ചെയ്യാനായിട്ട്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കണം കേട്ടോ. സം ഓഫ് ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അതിൽ 6 എണ്ണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാവരും ആ പോയിന്റ്സ് വായിച്ചു നോക്കുക. നമുക്ക് വായിച്ചു നോക്കാൻ സമയം തന്നായിരുന്നു. അപ്പൊ അതിനകത്ത് പോയിന്റ്സ് ഡൗട്ട് ഉള്ളവർ ഇവിടെ മെസ്സേജ് ചെയ്തു. ഞാനൊന്നുകൂടെ ക്ലിയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ പറഞ്ഞു. ഇവാലുവേഷൻ പ്രോസസ്സ്, ഇത്രയും കാര്യങ്ങളാണ് അത് മാർക്കറ്റ് പ്ലാനിങ്ങിലോ ഉള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഇതാണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞത്. കുറച്ചേ എടുത്തുള്ളൂ. ഇത് എടുത്ത അത്രയും നിങ്ങൾ ഇന്ന് തന്നെ ഒന്ന് വായിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, വായിക്കാം. വേറൊന്നും നമുക്ക് ചെയ്യാനില്ല. ഇതിപ്പോ ഇങ്ങനെ വായിച്ച് നിങ്ങളോട് പറയാനേ പറ്റുള്ളൂ. ഇതിൽ കൂടുതലായിട്ട് നമുക്ക് ഒരുപാട് ഇങ്ങനെ പറയാനില്ല. ഇതിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ് വായിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പൊ നിങ്ങളൊന്നുകൂടി ഇതിനകത്ത് ഒപ്പം നിന്ന് പോണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ചാപ്റ്റർ, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ മാത്രമല്ല, ഈ ഒരു മൊഡ്യൂളുകൾ നമുക്ക് കവർ ചെയ്ത് പോരാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഈ പറയുന്നതിന്റെ ഒപ്പം തന്നെ നിങ്ങളും കൂടി വായിച്ചു തന്നെ പോവുക കേട്ടോ. അതിനകത്ത് എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് പ്ലാൻ, അതിന്റെ എലമെന്റ്സ് ഏതൊക്കെയാണ്? 7 എണ്ണം നമ്മൾ പറഞ്ഞു. ആരെങ്കിലും ഒരാളൊന്ന് പറയോ? ജസ്റ്റ് ഒന്ന് ആരെങ്കിലും ഞാനൊന്ന് അഴിഞ്ഞു കേട്ടെ. ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞ എലമെന്റ്സ്? ഏതൊക്കെ 7 എലമെന്റ്സ് ആരാ പറയാ? Set your marketing goals. Conduct market research. രണ്ടാമത്തെ പോയിന്റ്. Analyze research. Identify a budget. Develop. Identify a budget. അത്രേ ഉള്ളൂ. Identify a budget. Okay. Develop a market strategies. Develop market strategies. Develop an implementation schedule. Create an evaluation process. Okay, create an evaluation process. ഇതെല്ലാം മാർക്കറ്റിംഗ് പ്ലാന്റെ എലമെന്റ്സ് ആണ്, ഘടകങ്ങളാണ്. ഇതിന്റെ ഓരോന്നിനെ കുറിച്ചാണ് പിന്നെ നമ്മൾ പറഞ്ഞു പോയത്. അതിനകത്ത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും അതും നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. അതിനും ഏതൊക്കെയാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിൽ വരുന്നതെന്ന് ചോദിക്കാം. അതും 6 പോയിന്റ് അത് വായിച്ചു വെക്കാം. പിന്നെ നമ്മള് ലാസ്റ്റ് നമ്മൾ പറഞ്ഞതിൽ നമ്മുടെ പ്രോഗ്രസ് ജഡ്ജ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന പല മാർഗങ്ങൾ ഏതൊക്കെയാന്ന് പറഞ്ഞു. പേഷ്യന്റ് സർവേ സ്കോറുകൾ, റെഫറൽ റിസോഴ്സുകൾ, ഇൻക്രീസ്ഡ് ഇൻകം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അതൊരു ഇതാണല്ലോ ജഡ്ജ് ചെയ്യാൻ. നമ്മുടെ പ്രോഗ്രസ് ജഡ്ജ് ചെയ്യാനുള്ള ഒരു മാനദണ്ഡമാണ്. വരുമാനം കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഓൾറെഡി നമുക്ക് പ്രോഗ്രസ് ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ ന്യൂ പേഷ്യൻസിന്റെ എണ്ണം, പേഷ്യൻസ് കൂടിക്കഴിഞ്ഞാലും നമുക്കറിയാം. പിന്നെ കംപ്ലൈന്റ് കുറയുക, അതൊക്കെ ഒരു പോസിറ്റീവാണ്. നമ്മുടെ മാർക്കറ്റിംഗ്, നമ്മുടെ ഇത് സക്സസ്ഫുൾ ആണ്, നമ്മുടെ ഗോള് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതാണെന്നൊക്കെ ഉള്ളതിനുള്ളൊരു ഇതാണ്, മാർഗങ്ങളാണ്. അത് ജഡ്ജ് ചെയ്യാനുള്ള, നമ്മുടെ പ്രോഗ്രസ് ജഡ്ജ് ചെയ്യാനുള്ള പല മാർഗങ്ങളാണ് ഈ തന്നേക്കുന്നത്. അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ ഓക്കെ, എന്നാ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നാളെ ഉണ്ടല്ലോ. നമുക്ക് ഇപ്പൊ ഈ 2-3 ദിവസമായിട്ട് നമുക്ക് കണ്ടിന്യൂസ് ക്ലാസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചൊരു ഇതുണ്ടാവും, അതിന്റെ കണ്ടിന്യൂറ്റി പോകാതിരിക്കും. നാളെ കൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ തീർക്കാം കേട്ടോ. നാളെ വന്നിട്ട് ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം. അപ്പൊ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ നോക്കാം നമുക്ക് എത്രത്തോളം കിട്ടുന്നുണ്ട്, നമുക്ക് എത്രത്തോളം ചെയ്ത് നോക്കാൻ പറ്റുമെന്ന്. കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തരാം. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ബൈ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.